ഈ ഉപക്ഷേപത്തെ ഞാൻ എതിർക്കുന്നു. സർ, ഗവർണറുടെ പ്രസംഗത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ 176 വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്. ആ വകുപ്പ് ഇങ്ങനെയാണ്: അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ഈച്ച് ജനറൽ ഇലക്ഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ഈച്ച് ഇയർ ദ ഗവർണർ ഷാൽ അഡ്രസ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി or in case of states having a legislative council, both houses assemble together and inform the legislature of the causes of its summons. അതായത് എന്തിനാണ് ഇത് വിളിച്ചു ചേർത്തിയത് എന്ന് ഈ അസംബ്ലിയോട് പറയണം എന്നാണ് പ്രധാനപ്പെട്ട കടമ. എന്നാൽ ഈ ഗവർണർ ഈ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കൊല്ലം കൊണ്ട് നടപ്പാക്കുന്നതാണോ അതല്ല ഈ ഗവൺമെൻറ് തീരുന്നതിന് മുമ്പാണോ എന്ന് വ്യക്തമല്ല. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ. It is with the immense pride and happiness that I address this August Assembly, marking the beginning of the 13th session of the 15th Kerala Legislative Assembly. അതായത് ഒരു കൊല്ലം കൊണ്ടാണോ അതോ ഈ ഗവൺമെൻറ്റിൻ്റെ സമയം തീരുന്നവരാണോ എന്ന് വ്യക്തമാകുന്നില്ല. ഞാൻ എതിർക്കാൻ കാരണം ഇത് അനുകൂലിക്കാൻ എന്താണ് ഈ പ്രസംഗത്തിലുള്ളത് എന്നതാണ്. ഒന്ന്, ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, ആരോഗ്യ മേഖല സമ്പുഷ്ടീകരിക്കാൻ, വിദ്യാഭ്യാസ മേഖലയെ ഉയർത്താൻ, നിയമവാഴ്ചയെ രക്ഷപ്പെടുത്താൻ, വ്യവസായ മേഖല, കാർഷിക മേഖല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരവസ്ഥ എന്നീ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവർണറുടെ പ്രസംഗത്തിൽ പ്രതീക്ഷയ്ക്ക് നൽകുന്ന ഒരു നടപടിയും ഇല്ല എന്നാണ് വായിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാകുന്നത്. പിണറായി സർക്കാർ 8.5 വർഷം പിന്നിട്ടപ്പോൾ ജനങ്ങൾക്കൊന്ന് മനസ്സിലായി: ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയില്ല, പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്യാൻ മാത്രമേ കഴിയൂ. കാരണം ആശുപത്രിയിൽ മരുന്നില്ല, കോൺട്രാക്ടർമാർക്ക് പണം നൽകാനില്ല, റേഷൻ ഡീലേഴ്സിന് പണം കൊടുക്കുന്നില്ല, പ്രധാനാധ്യാപകർക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കാശ് നൽകാൻ സാധിക്കുന്നില്ല, കിടപ്പ് രോഗികൾക്ക് പണം നൽകാൻ കഴിയില്ല, മദ്യഷാപ്പുകൾക്ക് ഇഷ്ടം പോലെ പണം നൽകുന്നുണ്ട്, റോഡ് നന്നാക്കാൻ പണമില്ല, ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശ്ശിക നൽകാൻ പണമില്ല, സെക്രട്ടേറിയറ്റിൽ 3 ലക്ഷത്തിലധികം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു, അഴിമതി കൊടികുത്തി വാഴുന്നു, സർക്കാർ മുഴുക്കടത്തിലാണ്. ഇത്രയേറെ ഒരു അൺപോപ്പുലറായ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാരങ്ങളൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് ഉറപ്പായ UDF ഗവൺമെൻറ്റിന് താങ്ങാൻ സാധിക്കുമോ എന്ന് സംശയമാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഏത് ചടങ്ങ് സംബന്ധിച്ചാലും മുസ്ലിം ലീഗിനെ കുറിച്ച്, പാണക്കാട് സാദിഖലി തങ്ങളെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമി SDP ബന്ധം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളെ വിമർശിക്കുകയുണ്ട്. ഇവിടെ പ്രസംഗിച്ച മിക്കവാറും എല്ലാ CPM അംഗങ്ങളും ആ രീതി തുടർന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, ഇത് കേട്ടപ്പോൾ കേരള ജമാഅത്തെ ഇസ്ലാമി അമീർ ഒരു പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്, പൊന്നാനി ഒഴികെയുള്ള 18 സീറ്റിലും ഞങ്ങൾ LDFനെ പിന്തുണച്ചു. അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അതിനായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നതായി ജമാഅത്തെ അമീർ വീണ്ടും ആവർത്തിച്ചു. 2009 ഏപ്രിൽ 14 CPM കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അമീർ ഓർമ്മിപ്പിക്കുകയാണ്: ജമാഅത്തെ ഇസ്ലാമി ആഗോള കാഴ്ചയുള്ള ഒരു പാർട്ടിയാണ്. ഈ തവണ അവർ 18 സീറ്റിൽ ഞങ്ങളെ പിന്തുണച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം തുടരുന്നു, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിൽ 124 മണ്ഡലങ്ങളിലും പിന്തുണച്ചത് ഇടതുപക്ഷത്തെയാണ് എന്ന് ജമാഅത്തെ അമീർ. നിങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അവർ വർഗീയവാദി, നിങ്ങളുടെ കൂടെയാണെങ്കിലോ അവർ നല്ല പാർട്ടി. ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും സർ? ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പാണക്കാട്ട് തങ്ങന്മാർ മതേതരത്വത്തിൻ്റെ, മതമൈത്രിയുടെ, മതനിരപേക്ഷതയുടെ പതാകവാഹകരാണ്. സാദിഖലി തങ്ങളും അതേ പാതയാണ് പിന്തുടർന്നു വരുന്നത് എന്ന് പൊതുസമൂഹം അംഗീകരിച്ചതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിമിനൽ കേസുകളിൽ കേരളം ഇന്ന് 1-ാം സ്ഥാനത്തേക്ക് നീങ്ങുന്ന കൊലപാതകം, പോക്സോ കേസുകൾ, ബലാത്സംഗങ്ങൾ, സൈബർ തട്ടിപ്പ്, ഒരു വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത് 4196 പോക്സോ കേസുകൾ. 2022 സ്ത്രീകൾക്കെതിരായ കേസുകൾ 11,943.
ഈ വർധനവിന് കാരണം പ്രതികൾ CPM ആയാൽ പോലീസ് സ്റ്റേഷനിൽ ആശ്വാസം, കേസ് നടത്താൻ ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവരും, നല്ല പരോൾ ലഭിക്കും, നല്ല സൗകര്യങ്ങൾ ലഭിക്കും. ആ കാരണം കൊണ്ടാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നെയ്യാറ്റിങ്കര കോടതി ഷാരോൺ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചു. നമ്മൾ തൊട്ടു മുമ്പ് നമ്മുടെ ലെജിസ്ലേറ്റർ സെക്രട്ടറി ആയിരുന്ന ശ്രീ AM ബഷീർ എന്ന ജഡ്ജിയാണ് വിധിച്ചത്. സ്നേഹിച്ച കാമുകനെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്തുകൊണ്ട് കൊല ചെയ്തുകൊണ്ടാണ് തൂക്കുകയർ വിധിച്ചത്. എങ്കിൽ പ്രകടന പത്രികയ്ക്ക് വിപരീതമായി UDF പൂട്ടിയ മുഴുവൻ മദ്യഷാപ്പുകളും തുറന്ന് ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ധാരാളം ഔട്ട്ലെറ്റുകൾ നൽകി കേരളത്തെ മദ്യശാലയാക്കി മാറ്റിയതിന് പുറമെ പാലക്കാട്ട് 600 കോടി രൂപ ചെലവിൽ മദ്യം, ബ്രാൻഡി, വൈൻ എന്നിവ നിർമ്മിച്ച് കേരളത്തിൽ ആയിരക്കണക്കിന് മദ്യപന്മാരെ സൃഷ്ടിക്കുന്ന അഴിമതി നിറഞ്ഞ ഈ മദ്യനയത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് ജനങ്ങൾ തൂക്കുകയർ വിധിച്ച് അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പാണ് സർ. 35 വർഷക്കാലം പടിഞ്ഞാറൻ ബംഗാൾ ഭരിച്ചിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സീറ്റിൽ മാത്രമാണ് CPMന് കെട്ടിവെച്ച് ലഭിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് സാർ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഞാനിതിനെ എതിർക്കുകയാണ്. ഒന്ന്, എൻ്റെ മണ്ഡലത്തിലുള്ള കാര്യം സാർ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ രാത്രികാല പോസ്റ്റ്മോർട്ടം അനുവദിച്ചിരുന്നു. അത് 2 ഡോക്ടർമാർ ഹൈക്കോടതിയിൽ പോയി നിർത്തിവെച്ചു. അതുകൊണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം തുടരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. 2, ആ മെഡിക്കൽ കോളേജിനും ജനആശുപത്രിയും വിപുലീകരിക്കാൻ 50 ഏക്കർ സ്ഥലം കണ്ടുവച്ചു. അത് 25 ഏക്കർ സൗജന്യമായി ലഭിച്ചതാണ്. അത് ഏറ്റെടുക്കണം. വേണമെങ്കിൽ ഞാൻ ധനമന്ത്രിയെ പുകഴ്ത്തി ഒരു വാത്തുപാട്ട് പാടാൻ തയ്യാറാണ്. ഞാൻ പാട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പണം നീക്കി വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ.